ചാലക്കുടി നിയോജക മണ്ഡലത്തിലെ സാമ്പത്തിക പ്രതിസന്ധി നേരിടുന്ന കുടുംബങ്ങളിലെ വിദ്യാർത്ഥികൾക്കായുള്ള ഉമ്മൻചാണ്ടി വിദ്യാഭ്യാസ സ്കോളർഷിപ്പ് തുടർച്ചയായി 2ാം വർഷവും വിതരണം ചെയ്യുന്നു. ഓഗസ്റ്റ് 3 ഞായറാഴ്ച രാവിലെ 10 മുതൽ ചാലക്കുടി സേക്രഡ് ഹാർട്ട് കോളേജ് ഓഡിറ്റോറിയത്തിൽ വെച്ച് നടക്കുന്ന സ്കോളർഷിപ്പ് വിതരണ ചടങ്ങ് പബ്ലിക് അക്കൌണ്ട്സ് കമ്മിറ്റി ചെയർമാനായ കെ.സി. വേണുഗോപാൽ എം.പി. ഉദ്ഘാടനം നിർവഹിക്കും. സനീഷ് കുമാർ ജോസഫ് എം.എൽ.എയുടെ നേതൃത്വത്തിൽ നടപ്പിലാക്കി വരുന്ന ചിറക് പദ്ധതിയുടെ ഭാഗമായാണ് ഈ സ്കോളർഷിപ്പ് വിതരണം ഒരുക്കിയിരിക്കുന്നത്. ഭാവി തലമുറയുടെ വിദ്യാർത്ഥികൾക്ക് പഠനത്തിനാവശ്യമായ കൈത്താങ്ങാവുക എന്ന ലക്ഷ്യത്തോടെയാണ് മുൻ മുഖ്യമന്ത്രി ഉമ്മൻചാണ്ടിയുടെ നാമധേയത്തിൽ ഈ സ്കോളർഷിപ്പ് വിതരണ പരിപാടി ആസൂത്രണം ചെയ്തിട്ടുള്ളത്. ചാലക്കുടി നിയോജക മണ്ഡലത്തിലെ എല്ലാ വാർഡുകളിൽ നിന്നും സർക്കാർ എയ്ഡഡ് ഹയർ സെക്കൻഡറി വിദ്യാലയങ്ങളിൽ നിന്നുമായാണ് സ്കോളർഷിപ്പിന് അർഹരായ വിദ്യാർത്ഥികളെ തിരഞ്ഞെടുത്തിട്ടുള്ളത്. തിരഞ്ഞെടുക്കപ്പെട്ട 500 വിദ്യാർത്ഥികൾക്കായി 25 ലക്ഷം രൂപയുടെ സ്കോളർഷിപ്പ് വിതരണം ചെയ്യുന്ന ചടങ്ങിൽ ചാലക്കുടി എം.പി. ബെന്നി ബെഹന്നാൻ, ഇരിങ്ങാലക്കുട രൂപതാ ബിഷപ്പ് മാർ പോളി കണ്ണൂക്കാടൻ, പുതുപ്പള്ളി എം.എൽ.എ. ചാണ്ടി ഉമ്മൻ, സ്വാമി ഉദിത് ചൈതന്യ, നഗരസഭാ ചെയർമാൻ ഷിബു വാലപ്പൻ, ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് വേണു കണ്ടരിമഠത്തിൽ, ഇമാം ഹുസൈൻ ബാഖവി തുടങ്ങിയവർ പങ്കെടുക്കുന്നു. ഉമ്മൻചാണ്ടി സാറിന്റെ 2ാം വാർഷികത്തോടനുബന്ധിച്ച് അദ്ദേഹത്തിന്റെ അനുസ്മരണ ചടങ്ങ് സംഘടിപ്പിച്ച് ആ ചടങ്ങിൽ വെച്ച് ചാലക്കുടി മണ്ഡലത്തിലെ ഏറ്റവും സാമ്പത്തിക പിന്നോക്കം നിൽക്കുന്ന കുട്ടികൾക്ക് 25 ലക്ഷം രൂപയുടെ സ്കോളർഷിപ്പ് വിതരണം ചെയ്യാനായിട്ട് തീരുമാനിച്ചിട്ടുള്ളത്. ഏറ്റവും ആദരണീയനായ പാർലമെന്റ് അക്കൗണ്ട്സ് കമ്മിറ്റിയുടെ ചെയർമാൻ ശ്രീ കെ.സി. വേണുഗോപാലാണ് ഈ ചടങ്ങ് ഉദ്ഘാടനം ചെയ്യുന്നത്. ബഹുമാന്യനായ ചാലക്കുടിയുടെ എം.പി. ബെന്നി ബെഹനാൻ, പുതുപ്പള്ളി എം.എൽ.എ. ഉമ്മൻചാണ്ടിയുടെ മകൻ ചാണ്ടി ഉമ്മൻ, ഇരിങ്ങാലക്കുട ബിഷപ്പ് അഭിമന്യ മാർ പോളി കണ്ണൂക്കാടൻ, സ്വാമി ഉദിത് ചൈതന്യ, നഗരസഭയുടെ ചെയർമാൻ ഷിബു വാലപ്പൻ, ഇമാം ഹുസൈൻ ബാഫക്കി, അതുപോലെ തന്നെ ബ്ലോക്ക് പഞ്ചായത്തിന്റെ പ്രസിഡന്റ് വേണു കണ്ടരിമഠത്തിൽ തുടങ്ങിയ വിശിഷ്ട വ്യക്തിത്വങ്ങൾ ഈ ചടങ്ങിൽ പങ്കെടുക്കും. അതോടൊപ്പം തന്നെ ഈ പദ്ധതി നമ്മൾ നടപ്പാക്കുന്നത് എം.എൽ.എ. ഫണ്ടിൽ നിന്നോ സർക്കാർ ഫണ്ടിൽ നിന്നോ ഉള്ള പണം ഉപയോഗിച്ചുകൊണ്ടല്ല, ചാലക്കുടിയിലെ നല്ല സന്മനസ്സുള്ള ആളുകളിൽ നിന്ന് സമാഹരിച്ചുകൊണ്ടാണ് കഴിഞ്ഞ വർഷങ്ങളിലൊക്കെ ഈ പദ്ധതി നടപ്പാക്കിയത്. അപ്പൊ ഈ വർഷവും ചാലക്കുടിയിലെ നല്ല മനസ്സുള്ള ആളുകളാണ് ഈ പദ്ധതിക്ക് വേണ്ട സാമ്പത്തിക സഹായങ്ങൾ ചെയ്തിട്ടുള്ളത്. അവരോടുള്ള നന്ദി കൂടി ഈ അവസരത്തിൽ ഞാൻ സൂചിപ്പിക്കുകയാണ്.